ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെപ്പറ്റി മഹദിയായ പ്രിയപത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോ വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും കൊടുത്ത വിശുദ്ധമായ റമദാനിന് ശേഷം ഏറ്റവും കൂടുതൽ ഇബാദത്തിലായി ധന്യമായി കഴിഞ്ഞുകൂടിയ മാസം, അതേ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പുകാരനായി ജീവിച്ച മാസം ഏതാണെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസം കടന്നു വന്നാൽ ആ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലൂടെ നബി തങ്ങൾ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തിനേറെ ആ ശഅബാൻ മാസത്തിലാണ് വിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കടന്നു വന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോ ആ പ്രവാചകന്മാർക്കൊന്നും കൊടുക്കാത്ത ഏറ്റവും അത്യുന്നതമായ പദവി വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്ത ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ പടപ്പാട്ടുമായി ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ഓതിക്കൊടുത്തില്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ പടപ്പാട്ടുമായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. അതേ ലോകത്ത് കടന്നു വന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബിയെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ആ പ്രവാചകന്മാർക്കൊന്നും കൊടുക്കാത്ത ഏറ്റവും മഹിതമായ മനോഹരമായ ഏറ്റവും വലിയ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നാം ഒന്ന് വിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് നിർബന്ധമായ ഫർളുകളായ വാജിബായ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അത് 5 വഖത്ത് നിസ്കാരം, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാ രീതിയിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചുറ്റുപാടുകൾ അനുകൂലമായി കടന്നു വന്നാൽ അവന് ഹജ്ജ് നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധമാണ്. വിശുദ്ധമായ റമദാൻ മാസത്തിൽ 30 ദിവസവും നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ഇവിടെയൊന്നും നാം കാണാത്തൊരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അല്ലാഹു പറയുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹു പറയുന്നില്ല. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു അതുകൊണ്ട് നിങ്ങളും എൻ്റെ അടിമകളായ മനുഷ്യ വിഭാഗമേ നിങ്ങളും നോമ്പനുഷ്ഠിക്കണമെന്ന് അല്ലാഹു പറയുന്നില്ല. ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, നിങ്ങളുടെ റബ്ബായ ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, അതുകൊണ്ട് എൻ്റെ അടിമകളായ മനുഷ്യ വിഭാഗമേ നിങ്ങളും സക്കാത്ത് കൊടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞില്ല. പക്ഷേ അല്ലാഹു ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും നബി തങ്ങൾക്ക് കൊടുത്ത ഒരേ ഒരു കാര്യം അല്ലാഹു ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആനിൽ കൂടി പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. അത് മുത്തുനബിക്ക് വേണ്ടി പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഞാനും എൻ്റെ മലായികത്തുകളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ എൻ്റെ സത്യവിശ്വാസികളെ, അല്ലയോ ബഹുമാന്യരായ എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ അടിമകളെ, സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
ഞാനും എൻ്റെ മലായികത്തുകളും ആ മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും ആ മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലണമേ എന്ന് ഒരു കാര്യത്തിൽ പോലും അള്ളാഹു ചെയ്തു അതുകൊണ്ട് ചെയ്യണമെന്ന് പറയാതിരിക്കുമ്പോൾ ഒരേ ഒരു കാര്യം അള്ളാഹു നമ്മളോട് നിർബന്ധ ബുദ്ധിയോടുകൂടി പറയുകയാണ്. അതേ, അത് മുത്തുനബിയോടുള്ള പരിഗണനയാണ്. മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനമാണ്. ഈ ആയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയിലേക്ക് ഇറക്കിയത് അതേ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധമായ ശഅബാൻ മാസം എന്ന് പറയുന്നത് അത് തമാശ കളിക്കാനുള്ള മാസമല്ല. മുത്തുനബിയിലേക്ക് ചേർത്തു പറഞ്ഞ മാസമാണ് ശഅബാനു ശഹരി. അതെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ദാത്തിനോട് നാം ഏതെങ്കിലും ഒരു വസ്തുവിനെ ചേർത്തു പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ മകൻ, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, നമ്മുടെ മക്കൾക്കൊക്കെ നാം പല രീതിയിലുള്ള പ്രോഗ്രസ്സുകൾ സാക്ഷ്യം വഹിച്ചവരാണ്. പ്രോഗ്രസ്സുകൾ, പല റിവാർഡുകൾ, പല ഏറ്റവും അഭിനവമായ അഭിനന്ദനാർഹമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നാം ആകുന്ന ഓരോ പിതാക്കന്മാരും. ഇവിടെയൊക്കെ ആ മകൻ ഇന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളാകുന്ന ഓരോ പിതാക്കന്മാരുടെയും മക്കളാണെന്ന് അവിടെ വിളിച്ചു പറയുമ്പോൾ എൻ്റെ മകനിലൂടെ, എൻ്റെ മകനിലേക്ക് ചേർത്ത് വായിച്ചതിലൂടെ നാം വല്ലാതെ പുളകിതരാവാറുണ്ട്, അല്ലേ? സന്തോഷഭരിതരാവാറുണ്ട്. എന്നതുപോലെ ഓരോ വ്യക്തിയിലേക്കും ഓരോ കാര്യങ്ങളെയും ചേർത്ത് പറയുമ്പോൾ അതിന് വല്ലാത്തൊരു മുഹൂർത്തമാണ്, ഒരു വല്ലാത്ത അനുഭൂതിയാണ്, അതിന് വല്ലാത്തൊരു ആത്മാർത്ഥമായ നിർവഹണമാണ്. ഇവിടെ മുത്തുനബിയിലേക്ക് ചേർത്ത് പറഞ്ഞ മാസമാണ് ശഅബാനു ശഹരി. അതുകൊണ്ട് നിസ്സാരമാക്കേണ്ട മാസമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ശഅബാൻ മാസത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ശഅബാൻ മാസത്തിൽ നബി തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് ശഅബാൻ മാസത്തിനേക്കാളും മുത്തുനബി നോമ്പനുഷ്ഠിക്കുന്നത് റമദാനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ റമദാനിൽ 30 ദിവസവും നോമ്പ് നിർബന്ധമാണ്, അനുഷ്ഠിച്ചേ പറ്റൂ. പക്ഷേ റമദാൻ അല്ലാത്ത ഏതെങ്കിലും ഒരു സമയങ്ങളിൽ മുത്തുനബി പകല് മുഴുവൻ നോമ്പനുഷ്ഠിച്ചും രാത്രി മുഴുവൻ നിസ്കാരവും മറ്റ് സ്തുത്യർഹമായ സുഹൃത്തുക്കളുമായി മുന്നോട്ട് പോകുന്നത് പോലെ ഒരു സമയത്തും ഞാൻ കണ്ടിട്ടില്ല സ്വഹാബ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് അത് ശഅബാൻ മാസത്തെ പറ്റിയാണ്. ശഅബാൻ മാസത്തിൽ എന്തിനു വേണ്ടിയാണ് യാ റസൂലല്ലാഹ് ഇത്രത്തോളം നോമ്പുകാരനായി സ്തുത്യർഹമായ സുഹൃത്തുക്കളുമായി കഴിഞ്ഞു പോകുന്നതെന്ന് ഒരു സ്വഹാബി മുത്തുനബിയോട് ചോദിക്കുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, യാ സ്വഹാബ, അല്ലയോ സ്വഹാബ, അതേ വിശുദ്ധമായ ശഅബാനിന്റെ മുമ്പും ശേഷവുമുള്ള ഏറ്റവും പവിത്രമായ മാസമാണ് റജബും. ആ ശഅബാനിന് ശേഷമുള്ള മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നൽകുന്ന ഒരു സുന്നത്ത് ചെയ്താൽ ഫർളിന്റെ പ്രതിഫലം നൽകുന്നതായ പരിശുദ്ധ പരിപാവനമായ റമദാൻ മാസം. ഈ റമദാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള ശഅബാൻ മാസത്തിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും അശ്രദ്ധരായി ജീവിക്കുന്ന സമയമാണ്. ഈ ശഅബാൻ മാസത്തിലാണ് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വർഷത്തെ മുഴുവൻ അമലുകളും അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ആ അമലുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മലക്കുകൾ കടന്നു വരുന്നത്. ഈ സമയത്ത് എൻ്റെ അമലുകളുമായി മലക്കുകൾ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് പോകുമ്പോ ആ അമലുകൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി മലക്കുകൾ എന്നിലേക്ക് കടന്നു വരുമ്പോ ഏറ്റവും നല്ല പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭമായിരിക്കണം അവർ എൻ്റെ അമലുകൾ വിലയിരുത്തുന്ന സമയമാകേണ്ടത് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുമായി ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് നമുക്ക് വ്യക്തമായോ? ശഅബാൻ മാസത്തിലാണ് ഒരു വർഷത്തെ അമലുകളെ പരിശോധിക്കാൻ, ഒരു വർഷത്തെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയും തിന്മയും അത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വാനലോകത്ത് നിന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കടന്നു വരുന്നത് അതേ ശഅബാൻ മാസത്തിലാണ്. ഈ ശഅബാൻ മാസത്തിൽ മലക്കുകൾ കടന്നു വരുമ്പോൾ നാം തെറ്റ് ചെയ്യുന്ന സമയത്താണ് ആ മലക്കുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതെങ്കിൽ
നമ്മുടെ എല്ലാ അമലുകളും ബാത്തിലായി പോകും. പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എപ്പോഴാണ് നമുക്കെന്നറിയില്ല. ശഅബാൻ മാസത്തിലാണെന്ന് മാത്രമേ മുത്തുനബിയുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ സമയത്ത് മലക്കുകൾ ആ അമലുമായി, നന്മയും തിന്മയുമായ എല്ലാ അമലുകളുമായി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കുറവുകൾ സംഭവിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കും, ഈ മനുഷ്യൻ ഇവന്റെ അമലുകൾ കൊണ്ട് നരകം വിധിക്കപ്പെടാൻ അർഹനുള്ള മനുഷ്യനാണ്, ഈ മനുഷ്യന്റെ അമലുകൾ കൊണ്ട് അവൻ നരകമാണ് കിട്ടേണ്ടത്. ഈ സമയത്ത് മലക്കുകളോട് അള്ളാഹു ചോദിക്കും, അല്ലയോ എൻ്റെ മലായിക്കത്തുകളെ, ഈ അമലുകൾ കൊണ്ട് ഇവൻ നരകമാണ് വിധിച്ചതെങ്കിലും നിങ്ങൾ ഈ അമല് സ്വീകരിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യന്റെ അമലുകളാണോ എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ വെച്ചിരിക്കുന്നത്, ആ മനുഷ്യനിൽ നിന്ന് അമലുകൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, അതെടുക്കുന്ന സമയത്ത് ആ മനുഷ്യൻ എന്ത് പ്രവർത്തനത്തിലായിരുന്നു, ആ മലക്കുകൾ അപ്പോൾ മറുപടി പറയണം, അല്ലാഹുവേ, ഈ പ്രവർത്തനങ്ങൾ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ നീട്ടിവെക്കുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഉടമസ്ഥനായ ആ മനുഷ്യൻ ഒരു നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റബ്ബേ. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ അമലെടുക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ അമലുകൾ നല്ലതും ചീത്തയും പരിശോധിക്കുന്നതിന് വേണ്ടി അവനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ നല്ലൊരു പ്രവർത്തനത്തിലായിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഈ മനുഷ്യന് സ്വർഗപ്രവേശനം കൊടുക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് പറയുന്നൊരു സന്ദർഭമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി ആ സ്വഹാബിക്ക് മറുപടി കൊടുത്തത്, മലക്കുകൾ എൻ്റെ അടുക്കലേക്ക് എൻ്റെ അമലുകൾ കൈപ്പറ്റുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സ്വഹാബ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയും അമലുകൾ പരിശോധന വിധേയമാക്കി അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവെക്കുന്ന സമയമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ നമ്മളെക്കാൾ ഇബാദത്ത് കൊണ്ടും നന്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ എത്രയോ മുന്നിലായിരുന്ന ആളുകൾ, കഴിഞ്ഞ ശഅബാനിൽ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ നന്മയുടെ പാന്താവിലൂടെ സഞ്ചരിച്ച ആളുകൾ ഇപ്പോൾ 6 അടി മണ്ണിന്റെ ഖബറിന്റെ ഉള്ളിലാണ്. നമുക്ക് വീണ്ടും അള്ളാഹു അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അവസരത്തെ നാം പരമാവധി ഉപകാരപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും അതിൻ്റെ പവിത്രത മനസ്സിലാക്കുവാനും ഗൗരവത്തോടു കൂടി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.